പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. അവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ രാജു ഡേവിസ് സ്കൂളിൽ കബഡി ടൂർണമെന്റ്. CBSE ക്ലസ്റ്റർ 10 കേരള കബഡി ടൂർണമെന്റ് മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ ആരംഭിച്ചു. മാർച്ച് പാസ്റ്റിന് ശേഷം പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് CB സ്വാമിനാഥൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 60ഓളം സ്കൂളുകളിലെ 700ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് CBSEയുടെ ക്ലസ്റ്റർ 10 കേരള കബഡി ടൂർണമെൻറ്റ് നടക്കുകയാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 60ഓളം സ്കൂൾ, കാസർഗോഡ് മുതലുള്ള 60ഓളം സ്കൂളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 700ഓളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട കേരള PSC മെമ്പർ അഡ്വക്കേറ്റ് സ്വാമിനാഥനാണ് ഉദ്ഘാടനം ചെയ്തത്. മറ്റന്നാൾ വൈകുന്നേരം മാള MLA ശ്രീ സുനിൽകുമാർ സമ്മാനദാനം നിർവഹിക്കും. 4 ക്ലസ്റ്ററുകളിലായിട്ടാണ് നടക്കുന്നത്. ആൺകുട്ടികളുടെ പെൺകുട്ടി വിഭാഗത്തിൽ 19 താഴെ, 17 താഴെ, 14 താഴെ, അങ്ങനെ 3 വിഭാഗങ്ങൾ, 6 വിഭാഗങ്ങളായിട്ടാണ് മത്സരം നടക്കുന്നത്. രാത്രി പകലുമുണ്ട് മത്സരങ്ങൾ. ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ റബ്ബർ ബാറ്റ് വെച്ചിട്ടുള്ള കളി. റബ്ബർ ബാറ്റിലാണ് കോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ കബഡി കളിക്കുന്ന പോലെ പുറത്തെ ഗ്രൗണ്ടിലല്ല, റബ്ബർ ബാറ്റാണ് കളി തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ അപകടങ്ങൾ കുറയും, അതാണ് കാരണം. അപ്പോൾ ഇത് മാളയിൽ നമ്മുടെ സ്കൂളിലേക്ക് കിട്ടിയ CBSE ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു പുതിയ മാമാങ്കമാണ്. അതിന് അഭിനയിക്കുന്നു. ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, പ്രിൻസിപ്പൽ ജിജി ജോസ്, CBSE ഒബ്സർവർ ഹരി ജി, ഇഷ ഫാത്തിമ, ഡിയോൺ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ മത്സരങ്ങളിൽ അണ്ടർ 14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പ്രശാന്തി വിദ്യാകേന്ദ്രം കാസർഗോഡ്, കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ തൃശൂരും, അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സെന്റ് റാഫേൽസ് പാലക്കാട്, ലെമർ പബ്ലിക് സ്കൂൾ തൃപ്രയാർ എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചൈതന്യ വിദ്യാലയ കാസർഗോഡും പ്രശാന്തി വിദ്യാകേന്ദ്ര കാസർഗോഡും വിജയികളായി. അണ്ടർ 17 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വേദവ്യാസ കോഴിക്കോടും ഗുരുകുലം തൃശൂരും സെമി ഫൈനലിൽ പ്രവേശിച്ചു.